ഹലോ ഡിയർ സ്റ്റുഡൻസ്, അസ്സാം വലൈക്കും. നമ്മൾ 9ാം ക്ലാസ്സിലുള്ള അറബിക് എക്സാം എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ എന്നെ പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ പേര് സഹീർ എന്നാണ്, എജുപോർട്ടിലെ അറബിക് സാറാണ്. ഓക്കെ, എജുപോർട്ടിൻ്റെ ക്ലാസ് ഇതിന് മുമ്പ് 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ കണ്ട ആളുകളുണ്ടാവും. അതല്ലെങ്കിൽ ഓണം എക്സാമിന് എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ട് പരീക്ഷ എഴുതിയ ആളുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് എജുപോർട്ടിൻ്റെ ക്ലാസ് ഇതിന് മുമ്പ് അറബിക് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ഓണം എക്സാമിന് അറബിക്കിൻ്റെ ക്ലാസ് കണ്ടുപോയ ആളുകൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന്, കമൻറ്റ് എന്താണെന്ന് നിങ്ങൾ അറിയിക്കുക കേട്ടോ. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ചില ആളുകൾ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞ് ക്ലാസ് കാണാൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ താത്തമാരോ കാക്കമാരോ ഒക്കെ എജുപോർട്ടിൻ്റെ +1 +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് ക്ലാസ് കണ്ടപ്പോൾ ഈ ക്ലാസ് അറബി കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസിയാവും എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അത് കേട്ട് വന്ന ആളുകളുണ്ടാവും. അവർ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തായിരുന്നാലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ 9ാം ക്ലാസ്സിലെ പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പുതിയതാണ്, പുതിയ ചാപ്റ്റേഴ്സാണ്, ഒരുപാട് വർക്കുകളുണ്ട്, ടഫ് ഉണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ അറബിക്കിൻ്റെ ഒരു എജുപോർട്ടിൻ്റെ അറബിക് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ടഫ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ കൂളായിക്കൊണ്ട് ക്ലാസ് കേൾക്കാനും മനസ്സിലാക്കാനും എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ അറബിക് എക്സാമിന് വേണ്ടി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറെക്കുറെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പാരഗ്രാഫോ അതല്ലാത്തൊരു പാരഗ്രാഫോ തന്നിട്ട് അതിൻ്റെ താഴെ 4, 5, 6 ക്വസ്റ്റ്യൻസ് കൊടുത്ത് ഇതിൽ നിന്ന് ഈ പാരഗ്രാഫിനെ ബേസ് ചെയ്ത് ആൻസർ ചെയ്യാലോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നാളെ കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു കവിതയെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കവിതയും അതിൽ വരുന്ന ലൈനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു സെൻറ്റൻസ് ഈ കവിതയിലെ ഏത് ലൈനുമായിട്ടാണോ മാച്ച് ആവുന്നത് അങ്ങനെ മാച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ഭാഗത്തു നിന്ന്, നമുക്കറിയാം മുംകിൻ എന്ന രീതിയിൽ ഗ്രാമറുകൾ പഠിച്ചിട്ടുണ്ടാവും, അതേപോലെ മിൻ ഫളിക്ക തഫളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് സെൻറ്റൻസിൽ പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചില ആളുകൾ ഇത് കാണുമ്പോൾ പറയും, ഞങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്കത് അറിയില്ല. പക്ഷേ അറിയുന്ന ആ കുട്ടികൾക്കും അറിയാത്ത കുട്ടികൾക്കും ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ടിപ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിക്കൊണ്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉണ്ടാകും. ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും നിങ്ങൾ പങ്കെടുക്കണം. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട് എന്തായാലും വരാൻ സാധ്യത ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ഈ ടേമിൽ വരുന്നൊരു കാര്യം, റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാക്കാനുണ്ടാവും. ആ പ്രോഗ്രാം നോട്ടീസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഉണ്ടാകും. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതാനും മിക്കവാറും അത് ഈ സമാധാനത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ ആ ടോപ്പിക്കിൽ ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ഒരു മുദക്കിറത് കുറിപ്പോ ബയാനൊക്കെ എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യും, ഈ ടേമിലുണ്ടാകും. ആ രീതിയിലൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്തോളൂ, എക്സ്പെക്ട് ചെയ്തോളൂ, ധൈര്യമായി പഠിച്ചു പോയിക്കോളൂ. ദെൻ മറ്റൊന്ന്, നമുക്ക് ഈ ഭാഗത്ത് പഠിക്കുന്ന മറ്റൊരു ഗ്രാമറാണ് നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രാമർ പാർട്ട്, വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ നഅത്ത് എഴുതാനുള്ള ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ എന്തായാലും വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ എന്ത് ചെയ്യും, നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. ഈ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻസ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരും. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസും വന്നു കഴിഞ്ഞാലും എജുപോർട്ടിൻ്റെ അറബിക് ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മുൻപ് നിങ്ങൾക്ക് അനുഭവം ഉള്ളതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ തന്നെ ധൈര്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുപോർട്ട് ലൈവിലേക്ക് കടന്നു വരാം. മനസ്സിലാക്കാത്ത കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലാസ് മനസ്സിലാക്കാനും എക്സാം ഹാളിലേക്ക് വളരെ ഈസി കോൺഫിഡൻസോടുകൂടി കയറി ചെല്ലാനും, എക്സാം പേപ്പർ കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ചോദ്യങ്ങൾ കാണാനും ആ ചോദ്യങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് കൂടിയിട്ട് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാനും എക്സാമിന് കഴിഞ്ഞ് പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നല്ല മാർക്ക് വാങ്ങാനുമുള്ള ഒരു വലിയ അവസരം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു നിലക്കും കളഞ്ഞു കുടിക്കരുത്. അത് നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി നമ്മുടെ ലൈവിലേക്ക് കൂട്ടമായിട്ട് എന്ത് ചെയ്യണം, കടന്നു വരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.